ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ സ്ഥിരം ചോദ്യമാണ് അയ്യൻകാളി എന്നുള്ളത്. അയ്യൻകാളിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം ഒരു പി എസ് സി എക്സാമിന് സ്ഥിരമായി വരാറുള്ളതാണ്. അപ്പോൾ നവോത്ഥാനത്തിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അയ്യൻകാളി എന്ന് പറഞ്ഞാൽ. നമുക്ക് അയ്യൻകാളിയെക്കുറിച്ചുള്ള എല്ലാ പോയിൻറ്സും ഈ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്തു പോകാം. ഒന്നാമത്തെ പോയിൻ്റാണ്, ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യൻകാളി എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യൻകാളി. അയ്യൻകാളി ജനിക്കുന്നത് 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചു. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ആര് ജനിക്കുന്നത്? അയ്യൻകാളി ജനിക്കുന്നത്. ഓർത്തിരിക്കുക, അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് പ്ലാവത്തറ വീട് കേട്ടോ, പ്ലാവത്തറ വീട്. ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, പിതാവ് അയ്യൻ, മാതാവ് മാല. അയ്യനും മാലയും മാതാപിതാക്കളായിരുന്നു. ഓർത്തിരിക്കുക. 1888 ചെല്ലമ്മയെ വിവാഹം കഴിച്ചു. 1888 ചെല്ലമ്മയെ വിവാഹം കഴിച്ചു. ബാല്യകാല നാമമായിരുന്നു കാളി കേട്ടോ, ബാല്യകാല നാമമാണ് കാളി. ഇപ്പോൾ ജനിക്കുന്നത് 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചു. വീട്ടുപേര് പ്ലാവത്തറ വീട്. അയ്യനും മാലയും മാതാപിതാക്കളാണ്. 1888 ചെല്ലമ്മയെ വിവാഹം കഴിച്ചു. ബാല്യകാല നാമമാണ് കാളി. അയ്യൻകാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയത് 1893 എന്നാണ് ആ വർഷം. ഓർത്തിരിക്കുക, 1893 വില്ലുവണ്ടി യാത്ര നടത്തിയത്. വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരം വരെയായിരുന്നു ഈ വില്ലുവണ്ടി യാത്ര കേട്ടോ. 1893 വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു വില്ലുവണ്ടി യാത്ര. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് വില്ലുവണ്ടി യാത്ര. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം തിരുവനന്തപുരം വരെയായിരുന്നു വില്ലുവണ്ടി യാത്ര. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ സ്ട്രൈക്ക്, കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ അയ്യൻകാളി. അതിൻ്റെ വർഷം 1904-5 കാലഘട്ടത്തിലാണ് കേട്ടോ. 1904-1905 കാലഘട്ടത്തിൽ കേരളത്തിലെ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ അയ്യൻകാളി. 1905 അയ്യൻകാളി അവശ സമുദായത്തിലെ കുട്ടികൾക്കായി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. ഈ കുടിപ്പള്ളിക്കൂടം 1905 സ്ഥാപിച്ച അന്ന് രാത്രി തന്നെ എന്ത് ചെയ്തു? സവർണ്ണ ജാതിക്കാരെന്ത് ചെയ്തു? ആ പള്ളിക്കൂടം എന്ത് ചെയ്തു? കത്തിച്ചു കളഞ്ഞു. അപ്പോൾ എന്നാണ് അയ്യൻകാളി അവശ സമുദായത്തിലെ കുട്ടികൾക്കായി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത്? 1905 ഓർത്തിരിക്കുക. ഈ സ്ഥാപിച്ച 1905 സ്ഥാപിച്ച ഈ കുടിപ്പള്ളിക്കൂടം 1914 ആയപ്പോൾ സാധുജന പരിപാലന സംഘം ആ സംഘത്തിൻ്റെ പേരിലേക്കാക്കി സർക്കാർ ഉത്തരവായി. തിരുവിതാംകൂർ സർക്കാർ എന്ത് ചെയ്യുന്നു? സാധുജന പരിപാലന സംഘം ആ സംഘടനയ്ക്ക് അനുവദിച്ചുകൊണ്ട് എന്താണ് ഈ സ്കൂൾ അനുവദിച്ചു കൊടുത്തു കേട്ടോ. അതുകൂടി ഓർത്തിരിക്കുക. 1907 ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം കേട്ടോ. 1907 ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ്, അയ്യൻകാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അത് എവിടെയാണ് സ്ഥാപിച്ചത്? വെങ്ങാനൂരിലാണ്. ഈ സാധുജന പരിപാലന സംഘം എന്ന സംഘടനയുടെ പ്രസിദ്ധീകരണമായിരുന്നു സാധുജന പരിപാലിനി കേട്ടോ. സാധുജന പരിപാലന സംഘം എന്ന സംഘടനയുടെ പ്രസിദ്ധീകരണമായിരുന്നു സാധുജന പരിപാലിനി. അതേപോലെ തന്നെ ഇത് എവിടെ നിന്നാണ് ഈ സാധുജന പരിപാലിനി പുറത്തിറക്കിയെന്നറിയോ? ചങ്ങനാശ്ശേരിയിലെ സുദർശനം പ്രസ്സിൽ നിന്നാണ്. ചങ്ങനാശ്ശേരിയിലെ സുദർശനം പ്രസ്സിൽ നിന്നുമാണ് ഈ പ്രസിദ്ധീകരണം, സാധുജന പരിപാലിനി എന്ന പ്രസിദ്ധീകരണം പുറത്തിറങ്ങിയതെന്ന് ഓർത്തിരിക്കുക. ഈ സാധുജന പരിപാലിനിയുടെ ആദ്യ എഡിറ്ററായിരുന്നു ചെമ്പുംതുറ കാളിച്ചോതിക്കറുപ്പൻ കേട്ടോ. ചെമ്പുംതുറ കാളിച്ചോതിക്കറുപ്പൻ കേട്ടോ. അടുത്ത പോയിന്റ്, 1938 പുലയമഹാസഭ എന്ന പേര് ഈ പറയുന്ന സാധുജന പരിപാലന സംഘം സ്വീകരിച്ചു. അപ്പോൾ സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയമഹാസഭ എന്നാക്കി മാറ്റിയ വർഷം 1938 കൂടി ഓർത്തിരിക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ശ്രീമൂലം പ്രജാസഭയിൽ അയ്യൻകാളി അംഗമായത് 1911 ഡിസംബർ 5. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യൻകാളി അംഗമായതെന്നാണ് 1911 ഡിസംബർ 5 അധസ്ഥിത വിഭാഗത്തിൽ നിന്നും ഈ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ അയ്യൻകാളി. അയ്യൻകാളി ആദ്യ പ്രസംഗം ശ്രീമൂലം പ്രജാസഭയിൽ നടത്തിയാണ് നമ്മൾ അടുത്ത പോയിന്റ്. 1912 ഫെബ്രുവരി 27. അപ്പോൾ 11 ഡിസംബർ 5 അദ്ദേഹം അംഗമായി. അദ്ദേഹം ആദ്യം പ്രസംഗം നടത്തുന്നതെന്നാണ് 1912 ഫെബ്രുവരി 27. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ അധസ്ഥിത സമുദായക്കാരനാണെന്ന് പറഞ്ഞാൽ അയ്യൻകാളി എന്നോർത്ത് പിടിക്കുക കേട്ടോ.
1912 നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? അയ്യൻകാളിയാണ്. 1912 നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? അയ്യൻകാളിയാണെന്ന് കൂടി ഓർത്തിരിക്കുക. അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് നടന്ന ലഹളയാണ് ഈ നെടുമങ്ങാട് ചന്തലഹള എന്ന് പറഞ്ഞാൽ കേട്ടോ. അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് നടന്ന ലഹളയാണ് എന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് ചന്തലഹള. നെടുമങ്ങാട് ചന്തലഹള എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. 1912 നടന്നു എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് കല്ലുമാല സമരം. ഈ കല്ലുമാല സമരത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരിനാട് ലഹള കേട്ടോ. കല്ലുമാല സമരത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരിനാട് ലഹള. കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. 1915 എന്ത് നടക്കുന്നത്? കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള നടക്കുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും അണിയാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. കല്ലുകൊണ്ടും മറ്റും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ആഭരണങ്ങളൊക്കെ അണിയാൻ അങ്ങനെ ഒരു സമരം നടത്തിയതാണ്. സ്വർണ്ണാഭരണം അണിയാൻ പറ്റാത്തതിന് സാഹചര്യത്തിൽ അവരതെല്ലാം അണിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? സമരം നടത്തുന്നു. അതിനെ പറയുന്നതാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത് കേട്ടോ. 1915 കല്ലുമാല സമരം നടക്കുന്നത്. ആ കല്ലുമാല സമരത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരിനാട് ലഹള എന്നുകൂടി ഓർത്തിരിക്കുക. പെരിനാട് സർവ്വസമുദായ സമ്മേളനം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നത് 1915. പെരിനാട് സർവ്വസമുദായ സമ്മേളനം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നത് 1915. കല്ലുമാല സമരത്തിലെ വനിതാ നേതാവായിരുന്നു ആര്യ പള്ളം. കല്ലുമാല സമരത്തിലെ വനിതാ നേതാവായിരുന്നു ആരാ? ആര്യ പള്ളം. അതേ 1915 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ്. അപ്പോൾ 1915 തന്നെ നടന്ന മറ്റൊരു സമരമാണ് ലഹളയാണ് എന്ന് പറഞ്ഞാൽ 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ അതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ, കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള 1915, അതേപോലെ തന്നെ 1915 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള നടന്നു എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി അയ്യൻകാളിയെ ഗാന്ധിജി സന്ദർശിക്കുന്നത് 1937 കേട്ടോ. 1937 ഗാന്ധിജി എന്ത് ചെയ്യുന്നു? അയ്യൻകാളിയെ കാണുന്നു. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയറാണത് കേട്ടോ. ശ്രീനാരായണ ഗുരു അയ്യൻകാളിയെ കണ്ട വർഷം 1912 ബാലരാമപുരത്ത് വെച്ചാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവും അയ്യൻകാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1912 ബാലരാമപുരം, തിരുവനന്തപുരത്തെ ബാലരാമപുരത്ത് വെച്ചിട്ടാണെന്ന് കൂടി ഓർത്തിരിക്കുക. അയ്യങ്കാളി സ്മാരകം പാഞ്ചജന്യം അല്ലെങ്കിൽ ചിത്രകൂടം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അയ്യങ്കാളിയുടെ സ്മാരകം പാഞ്ചജന്യം അല്ലെങ്കിൽ ചിത്രകൂടം കേട്ടോ, ഓർത്തിരിക്കുക. 1980 ഇന്ദിരാഗാന്ധി കവടിയാറിൽ അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നുണ്ട്. അയ്യങ്കാളിയുടെ പ്രതിമ 1980 ഉദ്ഘാടനം ചെയ്ത് അനാച്ഛാദനം ചെയ്തവരാണ് കവടിയാറിലെ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ് ഇന്ദിരാഗാന്ധി അയ്യങ്കാളി വിശേഷിപ്പിച്ചത് കേട്ടോ. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചതാണ് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയെ. ഈ പ്രതിമ അതിൻ്റെ ഡിസൈനർ ആർക്കിടെക്റ്റ് ആരെന്ന് വെച്ചാൽ ഇസ്ര ഡേവിഡ് ആണ് കേട്ടോ. ഇസ്ര ഡേവിഡ് ആണ് അയ്യങ്കാളിയുടെ പ്രതിമയുടെ ആർക്കിടെക്റ്റ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അയ്യങ്കാളിയാണ് കേട്ടോ. ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അയ്യൻകാളിയെ. നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നത്, അതിന് ബദലായിട്ട് പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാരാണ്? അയ്യൻകാളിയാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാരാണ്? അയ്യൻകാളിയാണ്. ഈ അയ്യൻകാളി എന്നാണ് പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ചോദിച്ചാൽ 2002 ഓഗസ്റ്റ് 12. 2002 ഓഗസ്റ്റ് 12 ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ അയ്യൻകാളി പ്രത്യക്ഷപ്പെട്ടതെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അയ്യൻകാളി. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് അയ്യൻകാളിയാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പറഞ്ഞത് അയ്യൻകാളിയാണ്. ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ച് പറഞ്ഞാരാണ്? അയ്യൻകാളിയാണെന്നുകൂടി ഓർത്തിരിക്കുക. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 കേട്ടോ. അതേപോലെ അയ്യൻകാളി നേതൃത്വം കൊടുത്ത പ്രധാന സമരങ്ങളാണ് കണ്ടല പ്രക്ഷോഭം, ചാലിയം ലഹള, അതേപോലെ നെടുമങ്ങാട് ചന്തസമരം കേട്ടോ. ചാലിയം ലഹള 1898. അപ്പോൾ ഓർത്തിരിക്കുക, കണ്ടല പ്രക്ഷോഭം, ചാലിയം ലഹള, നെടുമങ്ങാട് ചന്തസമരം ഓർത്തിരിക്കുക കേട്ടോ. ഫാദർ ഓഫ് മോഡേൺ ദളിത് എന്നറിയപ്പെടുന്നത് അയ്യൻകാളിയാണ്. കറുത്ത സൂര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും അയ്യൻകാളിയെ.
അയ്യൻകാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി അയ്യൻകാളിയെ കാണുന്നത് 1937 അപ്പോൾ ഗാന്ധിജി അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത് പുലയ രാജ എന്നാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ്, ദ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത് EK നയനാറാണ്. ദ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് അയ്യൻകാളിയെ വിശേഷിപ്പിച്ചതാരാണ്? EK നയനാറാണെന്നുകൂടി ഓർത്തിരിക്കുക. അടുത്തത്, അയ്യൻകാളിയെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ, അയ്യൻകാളിയെ തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സഹായിച്ച കുട്ടനാട്ടിലെ കർഷക നേതാവാണ് പള്ളിത്താനത്ത് ലൂക്കാ മത്തായി. അയ്യൻകാളിയെ തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സഹായിച്ച കുട്ടനാട്ടിലെ കർഷക നേതാവായിരുന്നു ആര്? പള്ളിത്താനത്ത് ലൂക്കാ മത്തായി. അയ്യൻകാളിയുടെ മരണം 1941 ജൂൺ 18. അയ്യൻകാളിയുടെ മരണം 1941 ജൂൺ 18. അയ്യൻകാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ച വർഷം 2010. നഗരങ്ങളിലെ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത് അയ്യൻകാളിയുടെ പേരിലാണ്. അയ്യൻകാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ച വർഷം എന്നാണ്? 2010. അയ്യൻകാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാലയാണ് കേന്ദ്ര സർവകലാശാല കാസർഗോഡ്. അയ്യൻകാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാലയാണ് കേന്ദ്ര സർവകലാശാല കാസർഗോഡ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യൻകാളി ഭവൻ. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യൻകാളി ഭവനാണ്. അയ്യൻകാളി സ്മാരകം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചിത്രകൂടം അല്ലെങ്കിൽ പാഞ്ചജന്യം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അയ്യൻകാളി സ്മാരകം തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേര് അയ്യൻകാളി ഹാൾ എന്നാണ്. തിരുവനന്തപുരത്തെ പഴയ വിക്ടോറിയ ഹാളിന്റെ പേര് അയ്യൻകാളി ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. THP ചെന്താര അയ്യൻകാളിയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിയ അയ്യൻകാളി. കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിയ അയ്യൻകാളി കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യവുമായി സമരം നടത്തിയത് അയ്യൻകാളിയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യവുമായി സമരം നടത്തിയതാണ്? അയ്യൻകാളിയാണ്.